നാടിനെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തി കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 3 വിദ്യാർത്ഥികളെ ഒടുവിൽ വയനാട്ടിലെ മലഞ്ചെരുവിൽ നിന്ന് സാഹസികമായി തൂക്കി പോലീസ്. വെള്ളിയാഴ്ച രാത്രി വൈകിയുണ്ടായ ത്രില്ലർ ക്ലൈമാക്സിനൊടുവിലാണ് 10ാം ക്ലാസ്സുകാരിയും +1, +2 ക്ലാസ്സുകളിലെ അവരുടെ 2 സുഹൃത്തുക്കളും പിടിയിലാകുന്നത്. ഒരു ഹോളിവുഡ് സർവൈവൽ ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള മാസ് ആസൂത്രണങ്ങളാണ് ഈ കൗമാരപ്പട ഒളിച്ചോട്ടത്തിനായി നടത്തിയത്. പോലീസ് തങ്ങളെ സൈബർ സെൽ വഴി പൊക്കാതിരിക്കാൻ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും യാത്രയ്ക്കുള്ള കാശിനായി ഒരു ഫോൺ വിൽക്കുകയും ചെയ്യായിരുന്നു ഇവരുടെ ഗെയിം പ്ലാൻ. വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് 15-കാരിയായ 10ാം ക്ലാസ്സുകാരി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ ക്ലാസ് തുടങ്ങിയിട്ടും കുട്ടി എത്താതിരുന്നതോടെ അധ്യാപകർ വീട്ടിൽ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും നടത്തിയ തിരച്ചിലിൽ സ്കൂളിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും പെൺകുട്ടിയുടെ സ്കൂൾ യൂണിഫോം കണ്ടെത്തിയതോടെയാണ് എല്ലാവരും ഞെട്ടിയത്. അന്വേഷണം മുറുകിയപ്പോഴാണ് ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ 17-കാരനെയും അവൻ്റെ ഉറ്റ സുഹൃത്തായ +1 വിദ്യാർത്ഥിയെയും 2 സ്കൂട്ടറുകൾ സഹിതം കാണാനില്ലെന്ന വിവരം പുറത്തുവരുന്നത്. മൂവരും ഒപ്പമുണ്ടെന്ന കാര്യം ആദ്യം ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ സ്കൂളിന് സമീപത്തെ പറമ്പിൽ ഇവരെ അസ്വാഭാവിക സാഹചര്യത്തിൽ കണ്ട ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി മൊബൈലിൽ പകർത്തിയ ഒരു ഫോട്ടോയാണ് കേസിൽ ടേണിംഗ് പോയിന്റായി മാറിയത്. ഈ ചിത്രം സ്കൂൾ അധികൃതർ തിരിച്ചറിഞ്ഞതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേവലം ഒരു സാധാരണ ഒളിച്ചോട്ടമായിരുന്നില്ല ഇത്. വനത്തിൽ തങ്ങി ജീവിക്കാനുള്ള കടുത്ത പ്ലാനിങ്ങോടെയായിരുന്നു കുട്ടികളുടെ പുറപ്പാട്. യാത്രയ്ക്ക് പണം കണ്ടെത്താനായി ഗ്രൂപ്പിലെ ഒരാളുടെ 18,000 രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ താമരശ്ശേരിയിലെ ഒരു കടയിൽ വെച്ച് 10,000 രൂപയ്ക്ക് ഇവർ വിറ്റ് കാശാക്കി. സൈബർ സെല്ലിന്റെ ട്രാക്കിംഗ് ഭയന്ന് 2 കുട്ടികളും സ്വിച്ച് ഓഫ് ചെയ്തു. ഈ കാശുകൊണ്ട് കാട്ടിൽ തമ്പടിക്കാനായി ടാർപ്പായ, അരി, ബ്രെഡ്, കത്തി, പാത്രങ്ങൾ എന്നിവയും ഇവർ വാങ്ങിക്കൂട്ടിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഇവർ ലക്കിടി ചുരം കടന്ന് വയനാട്ടിലേക്ക് പോയതായി വിവരം കിട്ടി. വിദ്യാർത്ഥികൾ വയനാട് വടുവൻചാലിലെ ചിത്രഗിരി ഭാഗത്തുണ്ടെന്ന സൂചന ലഭിച്ചതോടെ പോലീസും നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് കാട്ടിൽ വലിയ തെരച്ചിൽ ആരംഭിച്ചു. കാട്ടിലെ 5 ഏക്കറോളം വരുന്ന കുന്നിൻ മുകളിൽ ഇവർ ടാർപ്പായ കെട്ടി ടെന്റടിച്ച് താമസിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ചിത്രഗിരി സ്കൂളിന് സമീപത്തെ കാടുമൂടിയ പ്രദേശത്ത് വെച്ച് നാട്ടുകാർ ആദ്യം +1 വിദ്യാർത്ഥിയെ പൊക്കി. പോലീസ് എത്തിയെന്നറിഞ്ഞതോടെ മറ്റു 2 പേർ അവിടെ നിന്നും സ്കൂട്ടറിൽ അതിവേഗം പാഞ്ഞുകളഞ്ഞു. ഇതോടെ നാട്ടുകാരും പോലീസും വണ്ടികളിൽ ഇവരെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നു. ഒടുവിൽ അർദ്ധരാത്രിയോടെ പാടി വയലിന് സമീപം വെച്ച് നാട്ടുകാർ ഇവരെ വളഞ്ഞു പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മേപ്പാടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച വിദ്യാർത്ഥികളെ കൗൺസിലിങ്ങിനും തുടരന്വേഷണത്തിനും ശേഷം ബന്ധുക്കളോടൊപ്പം വിട്ടയച്ചു.